അപ്പോൾ നമ്മൾ കറക്കയിൽ ബസ് ഇറങ്ങിയിട്ടാ നമ്മൾ കയറിയത് ഇവിടെ നിന്നാണ്, മാംഗ്ലൂരിൽ നിന്നാണ് കയറിയത്. മാംഗ്ലൂരിൽ നിന്ന് കയറി കറക്കിൽ ഇറങ്ങി നമ്മൾ എത്തിയിരിക്കുന്ന ഒരു അടിപൊളി ജൈന ടെമ്പിൾ ഉണ്ട് ഇവിടെ കറക്കലിൽ. അത് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം, കണ്ടില്ലേ? ഒരു വെറൈറ്റി ജൈന ടെമ്പിളാണ്. ജൈന ടെമ്പിൾ അല്ലേ ഇത്? ഒരു വലിയൊരു പാറ ഉണ്ട് കേട്ടോ. ആ പാറയുടെ മേലെയാണ്, കണ്ട റോഡിൻ്റെ സൈഡിൽ തന്നെ പാറയാണ്, കണ്ടില്ലേ? നല്ല മഴയൊക്കെ ഉണ്ട്, മേലിൽ വെള്ളമൊക്കെ വരുന്നുണ്ടല്ലേ? അധികം ഒരു തിരക്കില്ലാത്ത ഏരിയയിലോട്ട് അങ്ങനെ വന്നിരിക്കണം. ആദ്യം എൻട്രൻസ് അവിടെയാണ്, കണ്ടില്ലേ? നമ്മൾ അവിടെ നിന്ന് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ നടന്നിട്ടാണ്. പിന്നെ ഈ വഴിയിൽ അങ്ങനെ ബസ്സൊന്നുമില്ല, നടന്നിട്ട് തന്നെ വരുന്നേ. കാഴ്ച കണ്ട് നടക്കുകയാണ്. കുറേ ക്ഷേത്രങ്ങളും ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. ഇതൊരു വെറൈറ്റി ക്ഷേത്രമാണ്, ഒരു വലിയ പാറയുടെ മേലെ. എൻട്രൻസ് അവിടെ തോന്നുന്നു കേട്ടോ, അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് പോയി നോക്കാം. കേരള എൻട്രൻസ് നമുക്ക് എവിടെയെന്ന് അറിയില്ല കറക്റ്റായിട്ട്. എൻ്റെ ഈ സൈഡിൽ കൂടെ ഒരു ചെറിയ റോഡൊക്കെ കാണുന്നുണ്ട്. ബസ് റൂട്ടൊക്കെ ഉണ്ട് ഈ വഴിയിൽ. உள்ளேற முடியுமா? உள்ளேற முடியுமா? உள்ள உள்ள கோவிலுக்கு எப்படி இப்படிதானா? அதே மாதிரி. നല്ലൊരു വിശാലമായ സ്ഥലമാണ്, അതിന് തിരക്കൊന്നുമില്ല ഈ ഏരിയ കേട്ടോ. നമ്മളിതുപോലെ കുറേ അമ്പലങ്ങൾ കണ്ടു, പക്ഷേ ഇതൊരു വ്യത്യസ്തമാണ്. ഇത് വലിയൊരു പാറയുടെ മേലാണ് ഈ അമ്പലം. സൈഡൊക്കെ കണ്ടില്ല, ഒഴിഞ്ഞ് നല്ല കൂളിംഗ് ആയി തോന്നിട്ട് അവിടെ. പാറയുടെ മേലിൽ തോന്നുന്നു വെള്ളം വരുന്നത്. ക്ഷേത്രത്തിന് മൊത്തം ഇരുമ്പിൻ്റെ ഒരു നെറ്റ് വെട്ടിന് കേട്ടോ. ഒരു എൻട്രൻസ് മാത്രമേ ഉള്ളൂ. ഏയ് ആളാ പൂട്ടിയേക്കാണ്, പൂട്ടിയിട്ടെടുക്കാണ്. അപ്പോൾ ക്ഷേത്രത്തിന് ടൈം എങ്ങനെയാണല്ലേ, ഇത് ക്ലോസ് ചെയ്തെടുക്കണം. എന്താ ഓപ്പണല്ല, ഡീറ്റെയിലൊന്നും അറിയില്ല നമുക്ക് കണ്ടത്. എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. കുറച്ച് കന്നഡ, കുറച്ച് ഇംഗ്ലീഷ്. എന്തായാലും ഇത് അടച്ചിട്ടെടുക്കണം. പടികളൊക്കെ ഉണ്ട്, ഫുള്ള് കരിങ്കല്ലാണ്. കറക്റ്റായിട്ട് കാണണമെന്നില്ല, കാരണം ഇതിന് എൻട്രൻസിൻ്റെ അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ അത് തുറന്നിട്ടുമില്ല. അപ്പം എന്തായാലും ഫുള്ള് ഒരു പാറയാണ്, ഫുള്ള് കരിങ്കല്ല്. അതിൻ്റെ മേലെ അമ്പലം, അതും കരിങ്കല്ല് തന്നെയാണ്. പടികളും അതെ, മൊത്തം കല്ലുകൊണ്ട് കെട്ടിയത് പടികളും.
അപ്പം എങ്ങനെ നമുക്കറിയില്ല, കടക്കാനും പറ്റില്ല. അതിൻ്റെ ഉള്ളിലാണെങ്കിലും ക്ലോസ് ചെയ്തെടുക്കുകയാണ്. മെയിൻ കവാടത്തിന് ഒരു ഡോറുണ്ട്. ഇത് റോട്ടിൽ നിന്ന് ഒരു എൻട്രൻസ് ഉണ്ട്, അതും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിന് മെയിൻ ഉള്ളിലേക്ക് കിടക്കണമെങ്കിലും ചുറ്റുമതിലുണ്ട്. അവിടെ മെയിൻ കവാടത്തിൻ്റെ അവിടെയും ലോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ പൂജ്യം അവിടെ ഒന്നും ഇല്ല, കുറച്ച് പഴക്കമുള്ളൊരു ക്ഷേത്രം തോന്നുന്നുണ്ട്. എന്തായാലും വലിയൊരു പാറയുടെ മേലാണ് ഇങ്ങനെ ഒരു ടെമ്പിള്. പിന്നെ ഇവിടെ ആരും ചോദിക്കാനായിട്ട് ആരും ഇല്ല. എന്താണെങ്കിൽ കണ്ടില്ലേ, പൂട്ടൊക്കെ ഇട്ട് പൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചാടി കിടക്കാണ്ട് വരും. ചാടി കിടന്നാലും കാര്യമില്ല, അവിടെയും മെയിൻ കവാടത്തിൽ വലിയ വാതിലാണ്. എന്തായാലും വെറൈറ്റിയാണ് കാണാൻ തന്നെ ക്ഷേത്രം. ഇതിൻ്റെ ഡീറ്റെയിൽസൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ഫുള്ള് ക്യാമറ ഉണ്ട് അവിടെയൊക്കെ. ഇതിൻ്റെ ടൈമും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ആരെയും ഈ വഴിയിലൊന്നും കാണാനില്ല കേട്ടോ ഗൈസ്. തിരക്കില്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ. അധികം വീടുകളും ഈ പരിസരത്തും ഇല്ല. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. സൈഡിൽ കൂടെ ചെറിയ വഴി കിട്ടി. നമ്മൾ വഴുക്കലൊക്കെ ഉണ്ട് ഈ പാറയുടെ മേലെ കേട്ടോ. അത്രയും ശ്രദ്ധിച്ച് നമ്മൾ നടക്കണത്. ടോപ്പിൽ കയറി ടെമ്പിള്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഫുള്ള് കയറാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്നിട്ടില്ല. നമ്മൾ പുറത്തെ ഭാഗങ്ങൾ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു നമ്മൾ. അപ്പോൾ ഇവിടെയും വേറെ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ കേട്ടോ. കാരണം ഫ്രണ്ടിൽ നമുക്ക് കയറ്റാൻ പറ്റിയില്ല. അപ്പോൾ ഈ റോഡിൻ്റെ ഈ സൈഡിലും നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഈ പാടത്തിൻ്റെ സൈഡിൽ നിന്നിട്ട് കാണുന്നത് കണ്ടില്ലേ. എന്ത് വീടാണോ അത്? ക്ഷേത്രമാണോ? ഇത് ക്ഷേത്രമല്ല അത്. ആ ക്ഷേത്രം തന്നെ. ഞാൻ വീടാണത്. ഒരുപാട് ക്ഷേത്രം. അത് കഴിഞ്ഞ് അവിടെ ക്ഷേത്രം. എനിക്ക് തോന്നുന്നു ഇവിടെ ബ്രാഹ്മണൻസിൻ്റെ ഏരിയയാണ് കൂടുതലെന്നാ. ബ്രാഹ്മൺ ജൈന ഇവിടെ ബ്രാഹ്മണന്മാരുടെ പേര് ഇതെല്ലാം കണ്ട് നമ്മൾ നേരത്തെ. ബ്രാഹ്മണല്ല, ജൈനന്മാരുണ്ട്. നമുക്ക് ആദ്യമായിട്ട് കാണാം. ബുദ്ധൻ ബ്രാഹ്മണനല്ലല്ലോ. ജൈനയുടെ എന്തൊക്കെയുണ്ട്, കൊടി എന്തൊക്കെ ഉണ്ടല്ലോ. ഇത് സ്കൂളുണ്ട്. ജൈൻ ഹോസ്റ്റൽ. പിന്നെ ആൾക്കാരില്ല ഇവിടെ ഇവിടെ എന്താ കടക്കാൻ പ്രവേശനം കേട്ടോ. നല്ല ഡീപ്പ് ഇവിടുത്തെ അവസ്ഥ ശ്രദ്ധിച്ച് നിങ്ങളെ കാര്യം. ഇത് ഇവിടുത്തെ സ്കൂള് ഹോസ്റ്റലാ. ഞങ്ങളിപ്പോൾ അവിടെ കയറിയപ്പോൾ പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ കയറിയതിന് ഫൈനൊക്കെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിക്രമിച്ച് കയറി. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായത്. സാധാരണ നമ്മൾ അതിക്രമിച്ച് ചാടാറൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനൊന്നും പണി കിട്ടിയിട്ടില്ല. ഇതിൽ കയറിയപ്പോഴാണ് നമുക്ക് പണി കിട്ടിയത്. എന്തായാലും ഇത്തിരി ഡേഞ്ചറാണ് അങ്ങോട്ട് ചാടിയപ്പോൾ ഉണ്ടായത്. നോക്കണ്ടല്ലോ നമ്മളെ. അപ്പോഴൊക്കെ താട്ടിക്കുന്നു.